നമസ്കാരം. ദുരഭിമാനക്കൊല അതിനെ ന്യായീകരിച്ച ഒരു നടനും സംവിധായകനുമായിട്ടുള്ള ഒരു വ്യക്തി രംഗത്തെത്തുകയാണ്. തമിഴ് നടനും സംവിധായകനുമായിട്ടുള്ള രഞ്ജിത്താണ് ദുരഭിമാനക്കൊലയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ജാതീയമായ ദുരഭിമാനക്കൊല അക്രമമല്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നു. കുട്ടികളോട് മാതാപിതാക്കൾക്കുള്ള കരുതലാണത്രേ ആ ദുരഭിമാനക്കൊലയുടെ പിന്നിലുള്ള കാര്യം. ഈ പുതിയ വിചിത്രമായ വാദം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. കവുണ്ടാമ്പാളയം സേലത്തെ കരിപ്പൂരിലെ തിയേറ്ററിൽ റിലീസ് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് രഞ്ജിത്ത് ഇങ്ങനെയൊരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. ദുരഭിമാനക്കൊല അത് മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞ നടനെ ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുന്നുണ്ട്. ദുരഭിമാനക്കൊലയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ അദ്ദേഹം കരിപ്പൂരിലെ തിയേറ്ററിന് പുറത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മക്കൾ പോകുന്നതിന്റെ വേദന മാതാപിതാക്കൾക്ക് മാത്രമേ അറിയൂ. ഒരു ബൈക്ക് മോഷണം പോയാൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അന്വേഷിക്കില്ലേ? കുട്ടികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുന്ന മാതാപിതാക്കൾ ദേഷ്യം പ്രകടിപ്പിക്കും. അത് അക്രമമല്ല, അവരോടുള്ള അവരുടെ കരുതൽ മാത്രമാണ് എന്നതായിരുന്നു ദുരഭിമാനക്കൊലയെക്കുറിച്ചുള്ള രഞ്ജിത്തിന്റെ ന്യായീകരണം. നടന്റെ ഈ പരാമർശത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ദുരഭിമാനക്കൊലയ്ക്കെതിരെ പോരാടുന്ന വ്യക്തികളും സംഘടനകളും നടന്റെ പ്രസ്താവനയെ അപലപിച്ചു. പ്രത്യേകിച്ചും ദുരഭിമാനക്കൊല തടയാൻ പുതിയ നിയമം കൊണ്ടുവരാൻ സംഘടനകൾ വർഷങ്ങളായി പോരാടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രസ്താവന. ഇതാദ്യമായല്ല രഞ്ജിത്ത് വിവാദ പ്രസ്താവനകളിലൂടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നേരത്തെ ഹാപ്പി സ്ട്രീറ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചെറിയ വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകൾ എല്ലാവരുടെയും മുന്നിൽ നൃത്തം ചെയ്യുന്നതിനെ മോശമായി ചിത്രീകരിക്കുന്ന പരാമർശങ്ങളൊക്കെ അദ്ദേഹം നടത്തിയ വിവാദത്തിൽ ആയിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമകളിലും സ്ത്രീകളെ കേവലം വസ്തുക്കളായി മാത്രം കാണുന്ന പരാമർശങ്ങളൊക്കെ ഉയർന്നിരുന്നു എന്ന ആക്ഷേപവും എപ്പോഴും ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകാറുണ്ട്. രാജമാണിക്യം, ചന്ദ്രോത്സവം തുടങ്ങിയിട്ടുള്ള സിനിമകളിലെ വില്ലൻ വേഷങ്ങളിലൂടെ മലയാളത്തിൽ ശ്രദ്ധേയനായ നടനാണ് ഈ രഞ്ജിത്ത്. എന്തായാലും ദുരഭിമാനക്കൊല അത് മാതാപിതാക്കളുടെ സ്നേഹമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഓരോ മനുഷ്യരും ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അച്ഛനോ അമ്മയോ മകനോ മകളോ പരസ്പരം ആർക്കും ആരുടെയും ഈ ജീവിക്കാനുള്ള അവകാശം തീരുമാനിക്കാനുള്ള സാധ്യതയില്ല. ഒരച്ഛനും അമ്മയ്ക്കും ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടെ ആ കുഞ്ഞിൻ്റെ മേലുള്ള അധികാരങ്ങളിൽ പല അധികാരങ്ങളും കുറഞ്ഞു എന്ന് വേണം പറയാൻ. കാരണം ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഒരു പൗരനാണ്. ആ ഓരോ ആളുകൾക്കും നിയോജ്യമായിട്ടുള്ള മൗലികാവകാശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ അവകാശങ്ങളും ഈ കുഞ്ഞിനുമുണ്ട്. ഈ കുഞ്ഞ് വളർന്ന് വലുതായി ഒരു വ്യക്തിയായി അവർ ജാതിയിലോ മതത്തിലോ ഉള്ളവരൊക്കെ കല്യാണം കഴിക്കുകയോ ഒളിച്ചോടുകയോ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ശരിയാണ്, തികച്ചും ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾക്ക് സങ്കടം ഉണ്ടാകും. കാരണം അവരെ ആശിച്ച് മോഹിച്ച് അവർ ഒരുപാട് സ്വപ്നം കണ്ട് വളർത്തുന്ന ഒരു കുഞ്ഞ് തന്നെയായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ആ കുട്ടിയുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ജീവൻ എടുക്കുക എന്ന് പറയുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കൊലപാതകം തന്നെയാണ്. കൊലപാതകം എന്നും തെറ്റ് തന്നെയാണ്. അതിനെ എത്ര വലിയ സ്നേഹമുണ്ടെന്നോ എത്ര വലിയ തലോടൽ കൊണ്ടാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു ന്യായീകരണവുമില്ല. കാരണം ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം കൊണ്ടും ഈ ജാതീയപരമായിട്ടുള്ള ഈ സ്നേഹമൊക്കെ തെളിയിച്ചു കഴിയുമോ എന്നതാണ് ചോദ്യം. എന്തായാലും ഈ സംവിധായകന്റെ ഈ നടന്റെ ഈ ഒരു പരാമർശം വളരെ വലിയ ചർച്ചയാകുകയാണ്, വളരെ വലിയ വിവാദമാകുകയാണ്.